ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 22 വിശുദ്ധ മേരി മഗ്ദലേനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഗാഗുൽത്തായിൽ മേരി മഗ്ദലേന കുരിശിനരികെ നിന്നതും മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉത്തിതനായ ഈശോ മേരി മഗ്ദലേനയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ ബൈബിളിൽ കാണുന്ന ചരിത്ര വസ്തുതകളാണ്. ക്രിസ്തു ഉയർത്തു എന്ന അത്യന്തം സന്തോഷകരമായ സത്യം അപ്പസ്തോലന്മാരെ ആദ്യം അറിയിക്കുന്നത് മേരി മഗ്ദലേനയാണ്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിശുദ്ധയെ വിളിക്കുന്നു. ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേതു കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്നു വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം. എലിപ്പനിയും മലമ്പനിയും പക്ഷിപ്പനിയും തുടങ്ങി നിരവധി പനികൾ ബാധിച്ച് നൂറുകണക്കിന് ആളുകൾ സഹിക്കുന്ന ലോകത്ത് ഒരു പത്രോസിൻ്റെ അമ്മായിമ്മയുടെ ജലദോഷപ്പനി മാറ്റി എന്നതാണോ അവനെ സംബന്ധിക്കുന്ന വലിയ കാര്യം? ക്രിസ്തുവിനെ കേവലം ഒരു അത്ഭുത പ്രവർത്തകനായോ നവോത്ഥാന നായകനായോ മാത്രം ചിത്രീകരിക്കുന്ന ഒട്ടേറെ വ്യാഖ്യാനങ്ങളുണ്ട്. അത്ഭുതങ്ങളും നവോത്ഥാനവുമൊക്കെ അവൻ്റെ ആവിഷ്കാരങ്ങൾ മാത്രം. അത്ഭുതങ്ങൾ അവൻ്റെ ശക്തി പ്രകടങ്ങളായിരുന്നില്ല, അവൻ്റെ മുറിവുകളുടെ വാങ്ങൽ ശേഷിയായിരുന്നു. മുറിവുകളെ വാക്കും പ്രവൃത്തിയുമാക്കിയവനാണ് ക്രിസ്തുനാഥൻ. അതുകൊണ്ടാണല്ലോ ജനം അവനെ കൈയടിക്കുമ്പോഴൊക്കെ അവൻ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒരുപാടുണ്ടാവും. മുറിവിൻ്റെ രോദനമില്ലാത്ത വരങ്ങൾ ഒന്നും അനുഗ്രഹങ്ങൾ ആവണമെന്നില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.